ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തെ തിരഞ്ഞെടുത്തതോടെ ആഹ്ലാദത്തോടൊപ്പം ആശങ്കയിലുമാണ് ഫുട്ബോൾ പ്രേമികൾ. സൂപ്പർ ക്രോസ് ലീഗിന് ശേഷം തകർന്ന സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാകാത്തതാണ് കായിക പ്രേമികളെ ആശങ്കയിലാഴ്ത്തുന്നത്. അടുത്ത മാസം 14-ന് ടൂർണമെന്റ് ആരംഭിക്കുമെന്ന സ്റ്റേഡിയം വേഗത്തിൽ പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നുമാണ് കായിക പ്രേമികളുടെ ആവശ്യം. സാഹസിക ബൈക്ക് റേസിംഗ് മത്സരമായ സൂപ്പർ ക്രോസ് ലീഗിന് കൈമാറിയ കോർപ്പറേഷൻ സ്റ്റേഡിയം നാളേറെയായിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ കോർപ്പറേഷനോ മറ്റധികാരികളോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കായിക പ്രേമികളുടെ പരാതി. ഫിഫ മാനദണ്ഡമനുസരിച്ച് വികസിപ്പിച്ച പുൽമൈതാനമാണ് ടിപ്പർ ലോറികളും മണ്ണുമാന്തി യന്ത്രങ്ങളും കയറിയിറങ്ങിയതോടെ നശിച്ചത്. റേസിംഗ് മത്സരത്തിനായി സ്റ്റേഡിയം വിട്ടു നൽകിയപ്പോഴേ ആശങ്ക അറിയിച്ചിരുന്നതായി ഫുട്ബോൾ പ്രേമികൾ പറയുന്നു. ഞങ്ങൾ ഈ വിഷയം അധികാരികളോട് ശ്രദ്ധയിൽ ആദ്യപ്പെടുത്തിയതാണ്. KFAയുടെ നിർദ്ദേശപ്രകാരം KFA ഭാരവാഹികൾ എല്ലാവരും അറിഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ ഈ കൊടുക്കുമ്പോഴും അവർക്കറിയാം ഇത് തകരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ ഇങ്ങനെ ഈ അധികാരികളുടെ ഈ അശ്രദ്ധ, പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അശ്രദ്ധയാണിത്. അത് ചെയ്യരുത് എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം. കഴിഞ്ഞ ജനുവരി 15 സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് KFA ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. 30 ദിവസത്തിലധികമായി കോർപ്പറേഷനോട് ഈ ആവശ്യം ഫുട്ബോൾ പ്രേമികൾ ഉന്നയിക്കുന്നു. നിലവിൽ സ്റ്റേഡിയം വേഗത്തിൽ നവീകരിക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ കായിക താരങ്ങൾക്ക് പരിശീലനത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ഗ്രൗണ്ടൊക്കെ വെറുതെ പൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. വലിയ മേജർ ടൂർണമെന്റ് മാത്രം കളിക്കാറല്ല, അത് ശരിയില്ല. കുട്ടികൾക്ക് ഒരു കളിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി കൊടുക്കല് വേണ്ടി അത് ചെയ്യുന്നില്ല. ഇവർ പൈസ വാങ്ങുക മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇവർ ചെയ്യുന്നതാണ്. അവർക്ക് എങ്ങനെ പൈസ കിട്ടിയാൽ മതി, ഗ്രൗണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, പ്ലേയേഴ്സിൻ്റെ കാലം എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ട്. ടർഫ് കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഫ്രീ കിക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഇത്ര ഡെത്തിൽ എടുക്കാൻ കഴിയുള്ളൂ. സ്ഥാനത്ത് 11s കളിക്കുന്ന പ്ലേയേഴ്സിനാണെങ്കിൽ ആ ഗ്രൗണ്ട് കിട്ടുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് കൂടുതൽ കളിക്കാനും കളിക്കാർക്ക് ആ പൊസിഷൻ അനുസരിച്ച് കളിച്ച് മുന്നോട്ട് വരാനും വരും തലമുറക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മുന്നോട്ട് കാലിക്കറ്റ് ടീമാണെങ്കിലും അതിലെ കേരള ടീമാണെങ്കിലും ഇനി ഒരു ഇന്ത്യൻ ടീമിലേക്ക് വരും ഇവിടെ ഒരുപാട് പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. ഐ ലീഗിൽ ഗോകുലം കേരള FC-യുടെയും സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC-യുടെയും ഹോം ഗ്രൗണ്ടായ കോർപ്പറേഷൻ സ്റ്റേഡിയം നിലവിൽ കേരള ഫുട്ബോൾ അസോസിയേഷനാണ് പരിപാലിക്കുന്നത്. ജനം, കോഴിക്കോട്.